ആനയ്ക്ക് പിന്നാലെ കരടിയും. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ കരടി ഇറങ്ങി. ഇന്ന് വൈകിട്ടാണ് ജനവാസ മേഖലയോട് ചേർന്ന് കരടിയെ നാട്ടുകാർ കണ്ടത്. കുറച്ച് നാളുകളായി പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യവും കൂടുതൽ ആയിരുന്നു. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അർജുൻ PS ആയിരുന്നു. അർജുൻ, കാട്ടാന, കടുവ, പുലി, ഇപ്പോഴിതാ കരടിയും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ഈ കുറച്ചു നാളായി ഈ പ്രദേശത്ത് ആനകളുടെ ശല്യം രൂക്ഷമായിരുന്നു. കാട്ടാനകൾ നിരവധി തവണ ഈ പ്രദേശത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയായി ഈ പ്രദേശത്ത് കാട്ടാനകൾ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നതിന് ഇടയ്ക്കാണ് ഈ ഒരു പ്രദേശത്ത് കരടിയെയും നാട്ടുകാർ കാണുന്നത്. അത്തരത്തിൽ കരടി ജനവാസ മേഖലയിൽ തൊട്ടപ്പുറത്തുള്ള ഒരു കുന്നാണ്, ഒരു കുന്നു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ കരടി ഉള്ളതായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഈ ജനവാസ മേഖല എന്ന് പറയുന്നത്. വലിയ ഭീതിയിലാണ് നാട്ടുകാരുള്ളത്. ആ ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് മറ്റൊരു വാർത്ത കൂടി വരുന്നത്, വയനാട് മേപ്പാടി റിപ്പൺ വാളത്തൂര് ജനവാസ മേഖലയിൽ പുലികളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 പുലികളെയാണ് ഇന്ന് വൈകുന്നേരം വാളത്തൂരിൽ സ്വകാര്യ റിസോർട്ടിന് സമീപം കണ്ടെത്തിയത്. പ്രദേശത്ത് നേരത്തെയും പുലിയുടെ സാന്നിധ്യമുള്ള പ്രദേശം തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ ഈ പുലിയെ കാണുകയും വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഓരോ സമയത്തും ഇത്തരത്തിൽ തന്നെ മൃഗങ്ങളെ കാണുകയും, അതായത് ആന, പുലി, നേരത്തെ അന്നമ്പേര് പറഞ്ഞ പോലെ തന്നെ ആനയും പുലിയും ഒക്കെ യഥേഷ്ടം ഇവിടെ മേനി നടക്കുമ്പോൾ ഇത്തരത്തിൽ വനംവകുപ്പിനെ വിവരം അറിയിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇല്ല. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. അതായത് ഈ ആന ഒക്കെ പുറത്തേക്ക് വരാതിരിക്കുവാനുള്ള ഫെൻസിംഗ് രീതികളൊന്നും കൃത്യമായി അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് ആ പ്രധാന വസ്തുത. കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫെൻസിംഗ് രീതി അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പറയുന്ന ഒരു ആക്ഷേപം. അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ ഈ ജനവാസ മേഖലകളുമായി തരം തിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന മതിലുകളുണ്ട്, അതായത് കെട്ടി മറക്കുന്ന മതിലുകളുണ്ട്. ഇവയുടെ ഒന്നും സംരക്ഷണമോ അല്ലെങ്കിൽ ഇവിടെയൊന്നും പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. എന്നാൽ തന്നെയും ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ ജനവാസ മേഖലയോട് ചേർന്ന കരടിയെ കാണുന്നതും അതുപോലെ തന്നെ റിപ്പൺ, അതായത് മേപ്പാടി തന്നെയാണ് റിപ്പൺ എന്ന് പറയുന്ന സ്ഥലം, ആ ഒരു മേഖലയിൽ ഈ പുലികളെ കാണുന്നതും. അന്നമ്പ്യാൻ. ആനയ്ക്ക് പിന്നാലെ കരടിയും പുലിയും. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിൽ കരടി ഇറങ്ങി. ഇന്ന് വൈകിട്ടാണ് ജനവാസ മേഖലയോട് ചേർന്ന കരടിയെ നാട്ടുകാർ കണ്ടത്. കുറച്ച് നാളുകളായി പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യവും കൂടുതൽ ആയിരുന്നു. ഇപ്പോൾ അർജുൻ റിപ്പോർട്ട് ചെയ്ത പോലെ ആ മേഖലയിൽ തന്നെ 2 പുലികളെ കണ്ടു എന്ന വിവരവും പുറത്ത് വരുന്നുണ്ട്.